ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ക്ലാസ് 10ന്റെ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സയൻസിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ ഇലക്ട്രിസിറ്റി എന്നുള്ള MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൈലി എക്സ്പെക്ടഡ് ആയിട്ടുള്ള 25 ഹാൻഡ് പിക്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ളതും എന്താ പറയുക, റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് പാരലൽ, പവറിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഹൈലി എക്സ്പെക്ടഡ് ആയിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സോൾവ് ചെയ്യുന്നതിനൊപ്പം തന്നെ നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ സ്കോർ എത്രയാണെന്നൊന്ന് കമന്റ് കൂടെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. മെറ്റാലിക് കണ്ടക്ടർ ഹാസ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് കോൾഡ് ഫ്രീ ഇലക്ട്രോൺസ്. ദ മെറ്റാലിക് കണ്ടക്ടർ ഇസ്, നമുക്കറിയാം മെറ്റാലിക് കണ്ടക്ടറിനെ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയാനുള്ള കാരണം തന്നെ ദേ ഹാവ് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ മെറ്റാലിക് കണ്ടക്ടർ ഈസ് ഓഫ് വാട്ട് നേച്ചർ എന്നാണ് ചോദ്യം. അപ്പോ പലർക്കും ഒരു മിസ്റ്റേക്ക് പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് മെറ്റാലിക് കണ്ടക്ടർ പോസിറ്റീവ്ലി ചാർജ് എന്ന് എഴുതാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മെറ്റാലിക് കണ്ടക്ടർ ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ, ന്യൂട്രൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കാരണം ഒരു കണ്ടക്ടറിനകത്ത് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ആ കണ്ടക്ടർ വിൽ ബിക്കം പോസിറ്റീവ് അയോൺ. ഓക്കെ, അപ്പോ ആസ് എ ഹോൾ അതിനകത്ത് ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ്ഡ് ഇലക്ട്രോൺസും ഈക്വൽ പോസിറ്റീവ് അയോൺസും ഉണ്ടായിരിക്കും. അപ്പോൾ കണ്ടക്ടർ ആസ് എ ഹോൾ വിൽ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. അത് പോസിറ്റീവ് ആയിരിക്കില്ല, ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് ഡസ് നോട്ട് റെപ്രസെന്റ് ഇലക്ട്രിക് പവർ ഇൻ ദ സർക്യൂട്ട്? ഡസ് നോട്ട് റെപ്രസെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പവറിന് നമ്മൾ 3 ഫോർമുല പഠിക്കുന്നുണ്ട്. വൺ ഇസ് I square R, another one is V square divided by R, and the third one is V into I. അപ്പൊ ഇതിൽ നോക്കുക, VI കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമാണ്. I square by R എന്നുള്ളത് ആൻസറിൽ ഇല്ല അല്ലെ? പവറിൽ ഫോർമുല I square into R എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റാലിക് വയർ ഡിപ്പെൻഡ്സ് ഓൺ എന്നുള്ളതാണ് ചോദ്യം. റെസിസ്റ്റിവിറ്റിന്റെ ഫോർമുല നമുക്കറിയാം, വിച്ച് ഇസ് R into A divided by L ആണ്. പക്ഷെ ഒരു കാര്യം, ഇവിടെ കുട്ടികൾ മിസ്റ്റേക്ക് വരുത്താറുള്ള ഒരു പോയിന്റ് ഇതാണ്. റെസിസ്റ്റിവിറ്റിയുടെ ഫോർമുലയില് ഏരിയയും ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ റെസിസ്റ്റിവിറ്റി ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ഏരിയ ഓർ ദ ലെങ്ത്. ഏരിയയും ലെങ്ത്തും മാറുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാരും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ പ്രത്യേകമായിട്ട് വായിക്കുക, ഇത് റെസിസ്റ്റിവിറ്റി ആണോ അതോ റെസിസ്റ്റൻസ് ആണോ എന്നുള്ളത്. ഇഫ് ഇറ്റ് ഇസ് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്: ഏരിയ, ലെങ്ത്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, 4 ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേസമയം റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഇറ്റ്സ് നേച്ചർ ആൻഡ് ടെമ്പറേച്ചർ. ഓക്കെ, ഇവിടെ നമ്മളുടെ 4 ഓപ്ഷൻസ് വായിക്കുമ്പോൾ നേച്ചർ എന്നുള്ളതുണ്ട്, ടെമ്പറേച്ചർ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്: ഏരിയ വെച്ചാൽ തിക്നെസ് എന്നൊക്കെ പറയാം, ലെങ്ത്, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. റെസിസ്റ്റിവിറ്റി ആണെങ്കിൽ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ ഓൺലി. ഓക്കെ, അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ കറന്റ് I through a resistor is increased by 100%, okay, then the increase in power dissipation will be how much? ഇത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കട്ടെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കറന്റ് I ആണെങ്കിൽ പവറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? P is equal to I square R എന്നുള്ളതാണ് ഫോർമുല യൂസ് ചെയ്യേണ്ടത്. റൈറ്റ്, when the current is increased by 100%, 100% increase എന്ന് വെച്ചാൽ ന്യൂ കറന്റ് will become ഡബിൾ അല്ലെ? ഇപ്പൊ ഉള്ളതിന്റെ അത്രയും തന്നെ ഇൻക്രീസും കൂടെ വന്നു എന്നാണ് അർത്ഥം. അപ്പോ ന്യൂ പവർ will become what? A new current will become 2 into I, 2 times I. അപ്പൊ new power will become what? I square R അല്ലെ? അപ്പൊ 2I the whole square into R, which means what? 4I square R. ഈ I square R എന്ന് പറയുന്നതായിരുന്നു എന്ത്? പഴയ P. അപ്പോ പുതിയ P, ന്യൂ പവർ will become 4 times the old power. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? ഇൻക്രീസ് ഇൻ പവർ വിൽ ബി ഹൗ മച്ച് എന്നാണ്. അപ്പൊ ഇൻക്രീസ്, ആ ഡിഫറൻസ് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇൻക്രീസ് ഇൻ പവർ ഡെൽറ്റ പി ചേഞ്ച് വിൽ ബി ഈക്വൽ ടു ന്യൂ പവർ മൈനസ് ഓൾഡ് പവർ. ന്യൂ പവർ ഇസ് 4P ആൻഡ് ഓൾഡ് പവർ ഇസ് P, വിച്ച് വിൽ ബി 3P. അപ്പൊ 3 times ആയി എന്നുള്ളതിനെ പെർസെന്റേജിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും? ഇൻക്രീസ്ഡ് ബൈ 300% എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഓപ്ഷൻ
സി ആണ്. ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കേണ്ട ക്വസ്റ്റൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റൻ, ഫോർ ദ സർക്യൂട്ട് അറേഞ്ച്മെന്റ് ഷോൺ ബിലോ സ്റ്റുഡന്റ് വുഡ് ഒബ്സർവ് വാട്ട് എന്നുള്ളതാണ്. അപ്പൊ ഡയഗ്രാം നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിനകത്ത് നമുക്ക് എന്തുണ്ട്, ഒരു ബാറ്ററി തന്നിട്ടുണ്ട്. ഇവിടുത്തെ കീ, ഈ കീയുടെ സിമ്പിൾ എന്താണ്, ഇങ്ങനെ ഒരു കീ വരച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത് ക്ലോസ്ഡ് കീ ആണെന്നാണ്. അമ്മീറ്റർ ഉണ്ട്, നമുക്കറിയാം പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി is connected to positive of the ammeter, so definitely a current is going to flow through the ammeter. റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്, റെസിസ്റ്റൻസിന് പാരലൽ ആയിട്ട് വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പൊളാരിറ്റി എല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ടു പോസിറ്റീവ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിന്റെ അടുത്ത് കണക്ട് ചെയ്തിരിക്കുന്ന കീ നോക്കൂ. ഈ കീ എന്ന് പറയുന്നത് ഇത് എന്ത് സിമ്പിൾ ഓഫ് കീ ആണ്, ദിസ് ഇസ് എൻ ഓപ്പൺ കീ. ഓപ്പൺ കീ എന്ന് വെച്ചാൽ എന്താ, ഇറ്റ്സ് എൻ ഓപ്പൺ സർക്യൂട്ട്, നോ കറന്റ് വിൽ ബി flowing through this part. അപ്പൊ ഈ ഒരു പോർഷൻ ഓഫ് ദ സർക്യൂട്ടിലൂടെ കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. സോ അമ്മീറ്റർ would show some reading, whereas voltmeter will not show some reading. Okay, അപ്പൊ student would observe എന്താണ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരിക. സം റീഡിംഗ്, സോറി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. സം റീഡിംഗ് ഇൻ ദ അമ്മീറ്റർ ബട്ട് നോ റീഡിംഗ് ഇൻ ദ വോൾട്ട് മീറ്റർ. അമ്മീറ്ററിലൂടെ റീഡിംഗ് കാണിക്കും, അതേസമയം വോൾട്ട് മീറ്ററിലൂടെ റീഡിംഗ് ഒന്നും കാണിക്കില്ല. അപ്പൊ ഇങ്ങനെ നിങ്ങൾ സർക്യൂട്ട് തന്നു കഴിഞ്ഞാൽ ഒബ്സർവ് ക്ലോസ്ലി. ഓക്കെ, അതിൽ ഓപ്പൺ സർക്യൂട്ട്, ഓപ്പൺ കീ ഉണ്ടോ ക്ലോസ്ഡ് കീ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ആൻസറിലോട്ട് എത്താനായിട്ട്. ഓക്കെ, അടുത്തത്, വയർ ഓഫ് റെസിസ്റ്റൻസ് ആർ ഇസ് കട്ട് ഇൻടു 5 ഈക്വൽ പാർട്സ്. ഓക്കെ, ഒരു വയറിനെ 5 ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ന്യൂ റെസിസ്റ്റൻസ് വിൽ ബിക്കം വാട്ട്, ആർ ഡിവൈഡഡ് ബൈ 5 ആണ് ആവുക. ഓക്കെ, കാരണം നമുക്കറിയാം റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. അപ്പൊ 5 ഈക്വൽ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓരോ ഭാഗത്തിന്റെയും ലെങ്ത് 1/5 ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് വിൽ ബിക്കം R/5. ആൻഡ് ദീസ് പീസസ് ആർ കണക്ടഡ് ഇൻ പാരലൽ. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്, 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് R/5 ആണ്. ഓക്കെ, പാരലൽ കോമ്പിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെൻ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്, n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആർ കണക്ടഡ് ഇൻ പാരലൽ, effective resistance will be R divided by N. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എത്ര ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്, 5 ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്. അതിന്റെ ഓരോന്നിന്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്, R/5 ആണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വലന്റ് റെസിസ്റ്റൻസിന് സിമ്പിൾ R ഡാഷ് എന്ന് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ R ഡാഷ് വിൽ ബി ഈക്വൽ ടു, നമ്മുടെ കയ്യിൽ ഉള്ള പുതിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ എത്രയാണ്, ഇറ്റ് ഈസ് R/5 divided by N. N is a number of resistors. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ, 5 റെസിസ്റ്റേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ബിക്കംസ് into 5 here. So R/25. നമ്മുടെ ചോദ്യം എന്താണ്, R/R dash is how much എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇങ്ങനെയാണ്, R dash is equal to R/25 എന്നാണ്. അപ്പൊ ഈ 25 ഇങ്ങോട്ട് കൊണ്ടുപോയി R ഡാഷിന് ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, R/R dash is equal to 25. അപ്പൊ നമ്മുടെ ആൻസർ ആയി. റേഷ്യോ R/R dash എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് നത്തിങ് അതർ ദാൻ 25. അപ്പൊ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്, the resistance of a conductor is R. If its length is stretched to double, then its new resistance will be how much എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം എക്സ്പെക്ടഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇത് MCQ മാത്രമല്ല, ചിലപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടും എഴുതാൻ നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. റെസിസ്റ്റൻസിന്റെ ഫോർമുല എന്താണ്, R is equal to ρL/A. When something is stretched to double its length, നമ്മളൊരു വയറിനെ പിടിച്ച് സ്ട്രെച്ച് ചെയ്തിട്ട് ഡബിൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, റോ ആണ് 8 അല്ല, ഓക്കെ, ρL/A ആണ്. അപ്പൊ സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ലെങ്ത് വിൽ ബിക്കം 2 times ദ ഓൾഡ് ലെങ്ത്. അപ്പൊ നമ്മളൊരു വയറിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ലെങ്ത് കൂടും, അതോടൊപ്പം തന്നെ അതിന്റെ തിക്നെസ് കുറയുകയും ചെയ്യും, അല്ലെ. അപ്പൊ ഏരിയ, ന്യൂ ഏരിയ വിൽ ബിക്കം A/2, ലെങ്ത് വിൽ ബിക്കം 2L ആൻഡ് ഏരിയ ബിക്കംസ് A/2. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. അപ്പൊ ന്യൂ റെസിസ്റ്റൻസ് വിൽ ബിക്കം വാട്ട്, റോ ഇൻടു എല്ലിന് പകരം നമ്മൾ എന്ത് എഴുതണം, 2L എന്ന് എഴുതണം. ഏരിയക്ക് പകരം A/2 എന്ന് എഴുതണം. അപ്പൊ 2 വിൽ കം അപ്പ്, അല്ലെ, ഡിവൈഡഡ് ബൈ ഡിവൈഡഡ് എന്ന് പറയുമ്പോൾ 2 വിൽ കം അപ്പ്. സോ ദ ആൻസർ ഇസ് ഗോയിങ് ടു ബി വാട്ട്, 2 into 2 is 4 ρL/A. ρL/A എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് റെസിസ്റ്റൻസ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 4 into R. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ ഏതാ നോക്കാം. A student carries out an experiment and plots VI graph for the same samples of nichrome wire with resistances R1, R2, R3 respectively as shown in the figure. Which of the following is true? നമുക്കറിയാം VI ഗ്രാഫ് എപ്പോഴും ശ്രദ്ധിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഗ്രാഫ് Y ആക്സിസിൽ വിയും X ആക്സിസിൽ ഐയും ആണെങ്കിലാണ് VI ഗ്രാഫ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സ്ലോപ്പ് വിൽ ബി ഈക്വൽ ടു റെസിസ്റ്റൻസ്. ഓക്കെ, R വിൽ ബി ഈക്വൽ ടു സ്ലോപ്പ്. കിട്ടിയല്ലോ. ഇനി IV ഗ്രാഫ് ആണെന്ന് ചെയ്യുക. സപ്പോസ് ഇവിടെ ഐയും ഇപ്പുറത്തെ വിയും ആണെങ്കിൽ R വിൽ ബി ഈക്വൽ ടു 1/സ്ലോപ്പ് എന്നാണ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത്
You should be very sure about what is given in the x-axis and what is given in the y-axis. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് VI graph ആണ്. So resistance will be equal to slope. അപ്പോൾ more the slope, more will be the resistance. Slope കൂടുതലാണോ കുറവാണോ നോക്കാനായിട്ട് x-axis ആയിട്ടുള്ള ആംഗിൾ നോക്കിയാൽ മതി. ചെറിയ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ചെറിയ സ്ലോപ്പ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ലോപ്പ് വരുന്നത് ഏതിനാണ്? ഏറ്റവും വലിയ ആംഗിൾ x-axis ആയിട്ട് ഉണ്ടാക്കുന്നത് is R1. So R1 is having more slope. More slope means what? More resistance. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റുന്നത് എന്താണ്? R1 greater than R2 greater than R3. ഓക്കെ, R1 ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. Then comes R2, then comes R3. അതായത് ഓപ്ഷനിലാണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓപ്ഷൻ സിയിലാണ് അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. റൈറ്റ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The nature of the graph between potential difference and okay, potential difference and electric current flowing through a conductor is dash. Okay, nature of the graph between potential difference and the electric current flowing through the conductor. Ohmic materialsന് ഏതാണ്? സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആണ്, നമുക്കറിയാം. ഇപ്പൊ നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ തന്നെ നേരത്തെ ക്വസ്റ്റനിൽ കണ്ടിരുന്നു VI എന്ന് പറയുന്ന ഗ്രാഫ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഒറിജിൻ ആണ്. ഇതും ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, the electric heater is rated 1500 watt. How much heat is produced per hour എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഇലക്ട്രിക് ഹീറ്റർ ഇസ് റേറ്റഡ് 1500 watt എന്ന് വെച്ചാൽ P is given as 1500 watt. Time is given as per hour, right? 1 hour എന്ന് വെച്ചാൽ എത്ര സെക്കൻഡ് ആണ്? 3600 seconds ആണ്. അപ്പോ ചോദിച്ചിരിക്കുന്നത് ഹീറ്റ് ആണ്. ഹീറ്റ് വിൽ ബി നത്തിങ് ബട്ട് പവർ ഇൻ ടു ടൈം, which is 1500 into 3600, റൈറ്റ്? അപ്പൊ 4 സീറോസ് ഇവിടെ ഉണ്ട്. അത് കൂടാണ്ട് 15 into 36 എത്രയാണെന്ന് നോക്കാം. 36 into 15 നമ്മൾ ചെയ്യുമ്പോൾ 30, 18, 6, 3, അപ്പൊ 0, 4, 540 വരും. അത് കൂടാണ്ട് ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 4 സീറോസും കൂടെ ഉണ്ട് അല്ലെ? 1, 2, 3, 4 സീറോസും കൂടെ ഉണ്ട്, റൈറ്റ്? അപ്പൊ നമുക്ക് എങ്ങനെയാ കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്നത്? 1, 2, 3, 4, 5, 6 പോയിന്റ് ഡെസിമൽ പോയിന്റ്സ് നമുക്ക് ഇങ്ങോട്ട് ഇടാം. അതായത് 5.4 into 10 raised to 6 എന്നാണ് എഴുതാൻ പറ്റുക, റൈറ്റ്? 54 into 10 raised to 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 5.4 into 10 raised to 6 എന്ന് എഴുതാം. അപ്പൊ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്, അത് കറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. 5.4 into 10 raised to 6 ജൂൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം, a student says that the resistance of 2 wires of the same length and same area of cross section is the same. ഓക്കെ, നമുക്ക് അറിയാം റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് ഓൺ 4 ഫാക്ടേഴ്സ്. ഏതിനൊക്കെയാണ്? ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ടെമ്പറേച്ചർ. അപ്പൊ സെയിം ലെങ്ത്തും സെയിം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ട്. സെയിം റെസിസ്റ്റൻസ് ആവണമെന്നുണ്ടെങ്കിൽ ബാക്കി രണ്ടാളും കൂടെ സെയിം ആയിരിക്കണം. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഷുഡ് ബി ദ സെയിം, ടെമ്പറേച്ചർ ഓൾസോ ഷുഡ് ബി ദ സെയിം. അപ്പൊ നോക്കാം, നമുക്ക് both wires are of different material, obviously wrong. Both wires are of same material, അത് കറക്റ്റ് ആണ്, but different temperature, അത് wrong ആണ് അല്ലെ? സെയിം മെറ്റീരിയൽ ആയിരിക്കണം, സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം, which is given in option C only. Both wires are made up of the same material and are at the same temperature. Okay, അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? In an experiment, Ohm's law, a student obtained a graph as shown in the figure. Find the value of the resistance. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. Ohm's law ഗ്രാഫ് തരുന്ന സമയത്ത് we should be very sure what is taken on the x axis and y axis. ഇവിടെ x ആക്സിസിൽ v യും y ആക്സിസിൽ i യും ആണ് തന്നിരിക്കുന്നത്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? v divided by i. ഇപ്പൊ ഗ്രാഫ് ഒക്കെ തരുവാണെങ്കിൽ നമ്മൾ എഴുതുന്നത് ഡെൽറ്റ v by ഡെൽറ്റ i. ഏതെങ്കിലും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ കറന്റ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, ഇവിടെ കുറെ പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ ഇപ്പൊ 2ഉം 1ഉം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം, അല്ലെങ്കിൽ 3ഉം 2ഉം ഏതെടുത്താലും കുഴപ്പമില്ല. യു വിൽ ബി ഗെറ്റിംഗ് ദ സെയിം ആൻസർ. അപ്പൊ ഞാൻ ഇവിടെ ഡെൽറ്റ വി എന്ന് പറയുന്ന ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ 2 - 1 എന്ന് എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഡിവൈഡഡ് ബൈ കറസ്പോണ്ടിങ് ഡിഫറൻസ് ഇൻ അമ്മീറ്റർ റീഡിംഗ് ആണ് എടുക്കേണ്ടത്. കറസ്പോണ്ടിങ് ഡിഫറൻസ് ഇൻ കറന്റ്. അപ്പോ 0.2 minus 0.1. 2 minus 1 is 1 divided by 0.2 minus 0.1 is also 0.1. 1 by 0.1 is എത്ര ആൻസർ? 10. അപ്പൊ 10 ohm എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, which is again given in option C. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. To get 2 ohm resistance using only 6 ohm resistors. Okay, നമ്മളുടെ കയ്യിൽ 6 ohm resistors മാത്രമേ ഉള്ളൂ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് 2 ohm resistor കിട്ടണമെന്നുണ്ടെങ്കിൽ number of them required. ഒബ്വിയസ്ലി നമുക്കൊരു വലിയ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഉണ്ട്, ചെറിയ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ റെസിസ്റ്റേഴ്സിനെ സീരീസിൽ കണക്ട് ചെയ്താൽ പറ്റില്ല അല്ലെ? 6 ഓം റെസിസ്റ്ററിന് സീരീസിൽ കണക്ട് ചെയ്താൽ 12 ഓം ആണ് കിട്ടുക. അതായത്
തന്നിരിക്കുന്ന വാല്യൂവിനേക്കാളും കൂടിയ നമ്പർ ആണ് നമുക്ക് സീരീസിൽ കണക്ട് ചെയ്താൽ കിട്ടുക. പാരലലി കണക്ട് ചെയ്താലാണ് നമുക്ക് ചെറിയ റെസിസ്റ്റേഴ്സിനെ കിട്ടാൻ പറ്റുള്ളൂ. അപ്പൊ 6 ഓംസ് കണക്ട് ചെയ്തിട്ട് 2 ഓം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പാരലലില് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിന്റെ പാരലലിന്റെ ആൻസർ R/N എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ RP തന്നിട്ടുണ്ട്, വിച്ച് ഇസ് നമുക്ക് കിട്ടേണ്ടത് 2 ഓം ആണ്. നമ്മുടെ കയ്യിലുള്ളത് 6 ഓം റെസിസ്റ്റേഴ്സ് ആണ്. N ആണ് ക്വസ്റ്റ്യൻ. So N you take it to the side, 2 will come down. So N will be equal to 6/2, which is equal to 3. അപ്പൊ 3 6 ohm resistors when connected in parallel, you will get 2 ohm resistance. Okay, അപ്പൊ നമ്മളുടെ ആൻസർ ആയിട്ട് എത്ര വരുന്നത്? ഓപ്ഷൻ ബി 3 resistors ആണ് വേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 resistors are shown in the figure. Resistance of the combination is how much? Okay, ഈ സർക്യൂട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ 6 ഓമും ഈ 6 ഓം എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? They are connected in parallel. രണ്ട് സൈഡും പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരുന്നതിന് പാരലൽ എന്നാണ് പറയാ. ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് കണക്ടഡ് ഇൻ പാരലൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഫോർമുല ഓർത്ത് വെക്കുക, RP is equal to R/2. അപ്പൊ ഇവിടെ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ് അല്ലെ, രണ്ടിന്റെ വാല്യൂ 6 തന്നെയാണ്. രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി 6/2, 3 ഓം. അപ്പൊ ഈ രണ്ട് 6 ഓമിന് പകരം നമുക്ക് 3 ഓം കിട്ടി. ഇനി 1 more 6 ohm is connected. It is connected in which way? Series. അപ്പൊ 6ഉം 3ഉം സീരീസിൽ കണക്ട് ചെയ്താൽ സീരീസിന്റെ ഫോർമുല എന്താണ്? R is equal to R1 plus R2, which is 6 plus 3, 9 ohm എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, the least resistance obtained by using 2 ohm, 4 ohm, 1 ohm and 100 ohm is dash എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലീസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റേഴ്സ് മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ പാരലൽ. ഹയസ്റ്റ് റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റെസിസ്റ്റേഴ്സ് മസ്റ്റ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. അപ്പൊ ഇവിടെ ലീസ്റ്റ് ആണ് കിട്ടേണ്ടത്, വിച്ച് മീൻസ് വാട്ട്? ദേ ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോഴത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ദ ആൻസർ വിൽ ബി സ്മോളർ ദാൻ ദ സ്മോളസ്റ്റ് ഓഫ് ദ ഗിവൺ. ഓക്കെ, നമ്മളുടെ തന്നിരിക്കുന്ന റെസിസ്റ്റേഴ്സിലെ സ്മോളസ്റ്റ് വാല്യൂ ഉണ്ടാവുമല്ലോ, അതിനേക്കാളും ചെറുതായിരിക്കും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ റെസിസ്റ്റർ ഏതാണ്? 1 ohm ആണ്. അപ്പൊ when we are connecting them in parallel, you will be getting an answer which is less than 1 ohm. Okay, അപ്പൊ lowest resistance obtained by using these will be less than 1 ohm എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ നോക്കേണ്ട കാര്യം, ലീസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പാരലൽ ആണ്. റെസിസ്റ്റേഴ്സിനെ പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വിൽ ബി ലെസർ ദാൻ ദ ലോവസ്റ്റ് ഗിവൺ വാല്യൂ. ഓക്കെ, അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ലെസ് ദാൻ 1 ohm ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കാൽക്കുലേറ്റ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ 10 ohm റെസിസ്റ്റർ ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ 3 റെസിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ഈ എല്ലാ 3 പേരും എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ സർക്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ദ സെയിം. അതായത് 5 ഓമിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി 6 വോൾട്ട്, 10 ഓമിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൾസോ വിൽ ബി 6 വോൾട്ട്, 20 ohm will also be getting the same potential 6 volt. Okay, parallel potential difference remains the same, whereas current is going to be different. ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറന്റ് കണ്ടുപിടിക്കാനായിട്ട് I is equal to V/R എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്താൽ മതി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കറന്റ് ഫ്ലോയിങ് ത്രൂ 10 ohm റെസിസ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പൊ 10 ohമിലൂടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 6 ആണ്. ഞാൻ പറഞ്ഞു ഓരോ റെസിസ്റ്ററിലൂടെയും 6 വോൾട്ട് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. റീസൺ, ദേ ആർ ഓൾ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോ 6 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഏത് റെസിസ്റ്റൻസ് എടുക്കേണ്ടത്? നമ്മൾ 10 ഓമിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് അല്ലെ. അപ്പൊ 10 എന്നുള്ള റെസിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. 6/10 is 0.6. So 0.6 ആംപിയർ. ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് R1 and R2 are the resistances of the filament of 40 watt and 60 watt respectively operating 220 volt, then power and the formula P is equal to V square divided by R എന്നാണ്. 220 വോൾട്ട്, അതായത് രണ്ട് ഫിലമെന്റ്സിനും കൊടുക്കുന്ന, രണ്ട് ബൾബിനും കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അപ്പൊ നമുക്കറിയാം P is inversely proportional to resistance എന്ന് എഴുതാം അല്ലെ. സെയിം പൊട്ടൻഷ്യൽ P equal to V square by R ആണ്. അപ്പൊ ഈക്വൽ പൊട്ടൻഷ്യൽ കൊടുക്കുവാണെങ്കിൽ we can say potential differences, power is inversely proportional to resistance. പിടികിട്ടിയല്ലോ. അപ്പോ റെസിസ്റ്റൻസ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന, ഇപ്പൊ ഇതിനകത്ത് രണ്ട് പവർ തന്നിട്ടുണ്ട്. അപ്പൊ 40 വാട്ടിന്റെ മീനിങ് എന്താണ്? ലോ പവർ ആണ് കമ്പയറിംഗ് ടു 60 വാട്ട് അല്ലെ. ലോ പവർ മീൻസ് ഹൈ റെസിസ്റ്റൻസ്. അതിലേ നമുക്ക് അർത്ഥാക്കാൻ പറ്റുന്നത് അല്ലെ. P is inversely proportional to resistance വെച്ചാല് higher the power, lower will be the resistance. Lower the power, higher will be the resistance അല്ലെ. അപ്പൊ 40 വാട്ടിന് റെസിസ്റ്റൻസ്, അതായത് R1 will be will be greater than R2. പവർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നു എന്നാണ്.
അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, R2 is less than R1. ഇതിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടോ നോക്കാം. R1 less than R2 നമുക്ക് ഇവിടെ തന്നിട്ടില്ല, പക്ഷെ R2 less than R1 എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. P is equal to V square by R ആണ്, which means P is inversely proportional to resistance. So കൂടുതൽ പവർ ഉണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. കൂടുതൽ പവർ വരുന്നത് P2 ആണ് കൂടുതൽ, അതായത് രണ്ടാമത്തെ ഫിലമെന്റിനാണ് കൂടുതൽ പവർ, വിച്ച് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ലെസ് റെസിസ്റ്റൻസ്. സോ R2 ലെസ് ദാൻ R1 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Two resistors are connected in series, gives an equivalent resistance of 10 ohm. ഓക്കെ, സീരീസിൽ എങ്ങനെയാണ് നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക? R1 plus R2. അതിന്റെ ആൻസർ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നു 10 ohm എന്നാണ്. ഓക്കെ, when they are connected in parallel, പാരലൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയുന്ന ഫോർമുല എന്താണ്? RP is equal to R1 R2 divided by R1 plus R2. R by N എന്ന് പറയുന്ന ഫോർമുല എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്ന ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ, ഈക്വൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ. ഇവിടെ R1 R2 ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ഫോർമുല യൂസ് ചെയ്യണം? R1 R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അത് എത്രയും തന്നിരിക്കുന്നു? 2.4 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? R1 R2 ഡിവൈഡഡ് ബൈ, ഇവിടെ R1 പ്ലസ് R2ന് പകരം എനിക്ക് ഇവിടെ അറിയാവുന്ന ആൻസർ ഉണ്ട്, എത്രയാണ്? 10, which is equal to 2.4. ഇനി ഈ ഒരു ഫസ്റ്റത്തെ ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? R2 is equal to 10 minus R1 എന്ന് എഴുതാം അല്ലെ? R1 plus R2 is equal to 10 ആണ്. So R2 is equal to 10 minus R1 എന്ന് എഴുതാം. അപ്പൊ ഈ this will become what? R1 into, in place of R2 I'm writing 10 minus R1 is equal to 2.4, and this 10 will go to the side. So 2.4 into 10, which will be 24. Okay, അപ്പൊ ഇത് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്, which is what? 10R1 minus R1 square is equal to 24. അപ്പൊ ഇതിനൊരു പ്രോപ്പർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? R1 square minus 10R1 minus 24 equal to 0 എന്ന് എഴുതാം അല്ലെ? സോറി, plus 24 is equal to 0 എന്ന് എഴുതാം, റൈറ്റ്? R1 square minus 10R1 plus 24 equal to 0. അതായത് നമ്മൾ എന്തിനാ റീഅറേഞ്ച് ചെയ്യുന്നു? R1 ഇപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ R1 square minus 10R1 plus 24 equal to 0. അങ്ങനെ വരുമ്പോൾ എന്ത് എഴുതാൻ പറ്റും? Which is R1 minus 6 into 20, 6 into 4 24 ആണ്. 6 plus 4 is 10. അപ്പൊ R1 minus 6 into R1 minus 4 equal to 0. അപ്പൊ R1 equal to എന്തൊക്കെ കിട്ടി? 6 അല്ലെങ്കിൽ 4. 6 and 4 ohm എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, വിച്ച് ഇസ് ഓപ്ഷൻ ബി. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാലോ, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ R1 minus 6 into R1 minus 4 equal to 0 എന്ന് പറയുമ്പോൾ യു ക്യാൻ റൈറ്റ് R1 equal to 6 or R1 equal to 4. അപ്പൊ 6 and 4 എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. What is the maximum resistance which can be made using 5 resistors of each of value 1 by 5? മാക്സിമം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പാരലൽ ആണ്. ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കണം? സീരീസ് എടുക്കണം. ഓക്കെ, സീരീസിൽ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണ് ഇവിടെ അല്ലെ? എല്ലാത്തിന്റെ വാല്യൂ 1/5 എന്ന് പറഞ്ഞു. ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ N into R എന്നാണ് ഫോർമുല. പാരലൽ ആണെങ്കിൽ R by N എന്നാണ് ഫോർമുല ഫോർ ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ സീരീസ് ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് എത്രയാണ്? N എന്ന് വെച്ചാൽ എത്രയാണ്? 5 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ N ന് വരെ ഞാൻ 5 എന്നിട്ടു. ഈച്ച് ഓഫ് വാല്യൂ 1/5 ആണ്. അപ്പൊ R ന് വരെ 1/5 എന്നിട്ടു. 5 5 ക്യാൻസൽ ആയി. 1 ohm is the correct answer. So maximum resistance that can be made using 5 resistors of 1/5 ohm is 1 ohm. An electric bulb is rated to 20 volt and 100 watt. When it is operated on 110 volt, the power consumed will be how much എന്നാണ് ചോദ്യം. പവറിന്റെ ഫോർമുല എന്താണ്? V square divided by R ആണ്. ഓക്കെ, അപ്പൊ ഞാൻ P1 is equal to V1 square divided by R എന്ന് എഴുതുന്നുള്ളൂ. കാരണം ഇത് സെയിം ഇലക്ട്രിക് ബൾബ് ഡിഫറെന്റ് പവർ റേറ്റിംഗിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരേ ബൾബിന് ഡിഫറെന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പറ്റില്ല. റെസിസ്റ്റൻസ് വിൽ നോട്ട് ചേഞ്ച് unless its length or area or nature of the material or the temperature changes. Okay, അപ്പൊ ഇവിടെ മെറ്റീരിയൽ ഒന്നും ചേഞ്ച് ആവുന്നില്ല. സെയിം ഇലക്ട്രിക് ബൾബ് തന്നെയാണ് 220 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്തു അല്ലെങ്കിൽ 110 വോൾട്ടിൽ ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ V1 square by R1 എഴുതില്ല, V1 square by R എന്നേ എഴുതുള്ളൂ. ഓക്കെ, ഡിവൈഡഡ് ബൈ P2 എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാം? ഇതുപോലെ V2 square divided by R എന്ന് എഴുതുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറും കട്ടായി പോയി, കാരണം രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പൊ P1 by P2 is equal to V1 square by V2 square. നമുക്ക് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്, which is 100.
by P2 അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് is equal to V1 എന്ന് പറയുന്നത് 220 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 220 into 220 divided by V2 നമുക്ക് തന്നിട്ടുണ്ട് 110. So 110 into 110. ഇത് കട്ടായി പോയി, സീറോസ് കട്ടായി. ഇവിടെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റൈറ്റ്. So 100 is equal to P2 into, ഇവിടെ എന്താ 2 into 2 is 4. So P2 will be equal to 100 divided by 4. 100 by 4 is 25, right? അപ്പോൾ ഓപ്ഷൻ D ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 3 resistors of 1 ohm, 2 ohm and 3 ohm are connected in parallel. The combined resistance of the 3 resistors would be. ഈ സെയിം കൺസെപ്റ്റ് വെച്ചിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ മനസ്സിലായവർ ഇപ്പൊ തന്നെ ആൻസർ എഴുതി കാണും. പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് വിൽ ബി lesser than the least of the given. നമുക്ക് തന്നിരിക്കുന്നത് 1 ohm, 2 ohm and 3 ohm ആണ്. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ ഏതാണ്? 1 ohm ആണ്. So the effective resistance is going to be less than 1 ohm. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അടുത്തത്, 100 joule of heat is produced each second in a 4 ohm resistor. The potential difference. അപ്പോൾ ഹീറ്റിന്റെ നമുക്ക് 3 ഫോർമുലയുണ്ട്. I²RT ഉണ്ട്, V²/R × T ഉണ്ട്, VIT ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയാ തന്നിരിക്കുന്നതെന്ന്. റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ചോദിച്ചിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഇപ്പൊ റെസിസ്റ്റൻസും പൊട്ടൻഷ്യൽ ഡിഫറൻസും വരുന്ന ഫോർമുല ഏതാണ്? V²T/R എന്നുള്ള ഫോർമുലയാണ് ചൂസ് ചെയ്യേണ്ടത്. VIT ചൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം കറന്റ് നമുക്ക് തന്നിട്ടില്ല. I²RT ചൂസ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് കറന്റ് ഇസ് നോട്ട് ഗിവൺ, റൈറ്റ്? ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും ടൈമും കണക്ട് ചെയ്യുന്ന ഫോർമുല യൂസ് ചെയ്യണം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ചോദ്യം. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? V² is equal to H into R/T എന്ന് എഴുതാം. ഹീറ്റ് എത്ര തന്നിട്ടുണ്ട്? 100 ജൂൾ എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു റെസിസ്റ്റൻസ് 4 എന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ടൈം ഇസ് ഈച്ച് സെക്കൻഡ് എന്ന് വെച്ചാൽ 1 സെക്കൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? അപ്പൊ V² is equal to 400. So V will be equal to root of 400. Root of 400 is 20. 20 volt എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. This is there in option C. അടുത്ത ക്വസ്റ്റ്യൻ, 2 devices are connected between 2 points, say A and B, in parallel. രണ്ട് ഡിവൈസസ് എക്കും ബിക്കും പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. The physical quantity that will remain same between the 2 points. പാരലലി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്വാണ്ടിറ്റി ആണ് സെയിം ആയിട്ട് വരിക, കോൺസ്റ്റന്റ് ആയിട്ട് വരിക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ വോൾട്ടേജ്. ഓക്കെ, കറന്റ് വിൽ ബി ഡിഫറെന്റ്. സീരീസിലാണ് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കറന്റ് വിൽ ബി ദ സെയിം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഡിഫറെന്റ്. ഈ ഒരു പോയിന്റ് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. ഇതുപോലെ MCQ അസർഷൻ റീസണിലൊക്കെ ചോദിക്കാവുന്നതാണ്. പാരലലി കണക്ട് ചെയ്താൽ വോൾട്ടേജ് റിമെയിൻസ് സെയിം, സീരീസിൽ കണക്ട് ചെയ്താൽ കറന്റ് റിമെയിൻസ് സെയിം. A body records that 4000 joule of work is required to transfer 10 coulomb of charge. അതായത് നമുക്ക് തന്നിരിക്കുന്ന സാധനങ്ങൾ എഴുതി വെക്കാം. W is given as 4000 joule, Q is given as 10 coulomb, R is given as 50 ohm. കറന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് ഡബ്ല്യൂയും ക്യൂവും യൂസ് ചെയ്തിട്ട് V is equal to W/Q എന്ന് പറയുന്ന ഒരു ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്, റൈറ്റ്? അപ്പോ 4000 divided by 10, which is 400 volt. ഇനി പൊട്ടൻഷ്യൽ ഡിഫറൻസും റെസിസ്റ്റൻസും കറന്റ് തമ്മിലുള്ള റിലേഷൻ എന്താണ്? I is equal to V/R. V നമുക്ക് കിട്ടി, which is 400 divided by R എന്ന് പറയുന്നത് 50 ആണ്. 40/5 is 8 ആംപിയർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എവിടെ കിടക്കുന്നു? ഓപ്ഷൻ സിയിൽ കിടക്കും, റൈറ്റ്? അടുത്ത ക്വസ്റ്റ്യൻ, what is the commercial unit of electrical energy? Electrical energyയുടെ commercial unit is kilowatt-hour. kWh എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ്, റൈറ്റ്? SI unit of electrical energy is what? Joule. Joule ആണ് SI unit of electrical energy, whereas commercial unit is kilowatt-hour. I think this is the last question. So 25 questions are most important ആയിട്ടുള്ള hand picked questions ആണ്. ഞാൻ എല്ലാ ഏരിയാസും കവർ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. So I hope this video will help you in your preparation, in your testing. So those who have answered simultaneously, comment how much score you have got. Or if you have any doubt in understanding any of the concepts which we have used in this video, please do ask in the comment section. Thank you for watching. Have a wonderful day ahead to all of you.